കൈറോയിലെ സന്ധി സംഭാഷണത്തിന്റെ വാതിലുകൾ കൊട്ടിയടച്ച ഇസ്രായേൽ ഒടുവിൽ പാരീസ് ചർച്ചയ്ക്ക് പിന്നാലെ ഖത്തറിലും ചർച്ച നടത്തുകയാണ്. ബന്ദിമോചനം ആവശ്യപ്പെട്ട ടെൽ അവീവിൽ പ്രതിഷേധം അതിരുവിട്ടതും ആഭ്യന്തര സമ്മർദ്ദവുമാണ് ഇസ്രായേലിനെ ചർച്ചയ്ക്ക് നിർബന്ധിതരാക്കിയത്. ബന്ദിമോചനവും താൽക്കാലിക വെടിനിർത്തലും ചർച്ച ചെയ്യാൻ ഇസ്രായേൽ ചാരസംഘടനയായ മൊസാദിന്റെയും ആഭ്യന്തര സുരക്ഷാ സേനയായ ഷിൻ ബൈറ്റിനെയും മേധാവികളാണ് ഖത്തറിലെ ചർച്ചയിൽ പങ്കെടുക്കുക. അമേരിക്ക, ഖത്തർ, ഈജിപ്ത് എന്നീ രാജ്യങ്ങളുടെ പ്രതിനിധികൾ മധ്യസ്ഥരായി ഉണ്ടാകും. ഇന്നലെ രാത്രി ചേർന്ന യുദ്ധ മന്ത്രിസഭാ സംഘമാണ് പ്രതിനിധി സംഘത്തെ ഖത്തറിലേക്ക് അയക്കാൻ തീരുമാനമെടുത്തത്. പാരീസിൽ ആരംഭിച്ച ചർച്ചയുടെ തുടർച്ചയാണ് ഖത്തറിൽ നടക്കുക എന്ന് ഇസ്രായേൽ മാധ്യമങ്ങളും അൽ ജസീറയും റിപ്പോർട്ട് ചെയ്തു. ഹമാസും ഇസ്രായേലും തമ്മിൽ കരാറുണ്ടാക്കാൻ സാധ്യതയുള്ളതായി ഇസ്രായേലി ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് സാക്കി ഹനഗ്ബി ശനിയാഴ്ച ചാനൽ അഭിമുഖത്തിൽ പറഞ്ഞിരുന്നു. ദിവസവും ഓരോ ബന്ദിയെ വീതം വിട്ടയച്ചാൽ 6 ആഴ്ച ഗസയിൽ വെടിനിർത്താമെന്നാണ് ഇസ്രായേൽ മുന്നോട്ട് വെച്ച നിർദ്ദേശമെന്ന് ഇസ്രായേൽ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തിരുന്നു. അന്യായ തടങ്കലിലടച്ച 10,000-ലേറെ പലസ്തീനികളിൽ 100ഓളം പേരെ ഇസ്രായേലും വിട്ടയക്കും. സ്ത്രീകൾ, വനിതാ സൈനികർ, ഗുരുതര ആരോഗ്യ പ്രശ്നങ്ങളുള്ള മുതിർന്ന പുരുഷന്മാർ എന്നിങ്ങനെ മൊത്തം 40ഓളം ബന്ദികളെ മോചിപ്പിക്കണം എന്നാണ് ഇസ്രായേലിന്റെ ആവശ്യം. ഗസയിലേക്കുള്ള സഹായ വിതരണം വർദ്ധിപ്പിക്കുവാനും വടക്കൻ ഗസയിലേക്ക് ഫലസ്തീനികളുടെ മടങ്ങിവരവിനും കരാറ് വഴിയൊരുക്കും. അതേസമയം ഈ നിർദ്ദേശങ്ങളോട് ഹമാസ് ഇതുവരെ പ്രതികരിച്ചിട്ടില്ല എന്നതും വ്യക്തം. യുദ്ധം പൂർണ്ണമായും അവസാനിപ്പിക്കുകയും ഗസ ഉപരോധം അവസാനിപ്പിക്കുകയും ചെയ്താൽ മാത്രമേ ബന്ദികളെ വിട്ടയക്കൂ എന്നാണ് ഹമാസ് കൊയ്റോയിൽ നടന്ന ചർച്ചയിൽ വ്യക്തമാക്കിയത്. മുഴുവൻ ഫലസ്തീനി തടവുകാരെയും വിട്ടയക്കണമെന്നും ഹമാസ് ആവശ്യപ്പെട്ടിരുന്നു. ഒക്ടോബർ 7 മുതൽ ഇസ്രായേൽ ഗസയിൽ നടത്തുന്ന നരനായാട്ടിൽ ഇതുവരെ 30,000 ഫലസ്തീനികൾ കൊല്ലപ്പെട്ടതായി ഗസ ആരോഗ്യ മന്ത്രാലയവും അറിയിച്ചു. ഇതിൽ ഭൂരിഭാഗവും സ്ത്രീകളും കുട്ടികളുമാണ്. ആയിരക്കണക്കിന് ആളുകളെ കാണാതായിട്ടുമുണ്ട്. ഹൂതികൾക്കെതിരെ നടക്കുന്ന സൈനിക നടപടികൾ ഫലപ്രദമല്ല എന്നാണ് റിപ്പോർട്ട്. അതേസമയം ഹൂതികൾ വീണ്ടും വമ്പൻ പ്രതിഷേധവുമായി രംഗത്തു വരികയാണ്. ഹൂതികൾക്കെതിരെ സൈനിക നടപടി അതിശക്തമായി തന്നെ നടക്കുമ്പോഴും അത് ഫലപ്രദമല്ല എന്ന റിപ്പോർട്ടും ഒരു വശത്ത് വരുന്നുണ്ട്. ഹൂതികളെ ചെറുക്കാൻ അമേരിക്ക നടത്തുന്ന ആക്രമണങ്ങൾ പ്രതീക്ഷിച്ച ഫലം കാണുന്നില്ല എന്നും പാഴായി പോവുകയാണ് എന്നും US ഉദ്യോഗസ്ഥരെ ഉദ്ധരിച്ച് CNN റിപ്പോർട്ട് ചെയ്യുന്നു. ആക്രമണങ്ങൾ ഹൂതികളെ കൂടുതൽ ശക്തിപ്പെടുത്തിയതായും റിപ്പോർട്ടിലുണ്ട്. തങ്ങൾ പുതിയ മിസൈലുകൾ വികസിപ്പിച്ചതായി കഴിഞ്ഞ ദിവസം ഹൂതി നേതാവ് സയ്യിദ് അബ്ദുൽ മാലിക് ബദ്രീദ്ദീൻ അൽ ഹൂതി ടെലിവിഷനിലൂടെ അറിയിച്ചിരുന്നു. ഇതിന് 2 ദിവസത്തിന് ശേഷമാണ് CNN റിപ്പോർട്ട് വരുന്നത്. തങ്ങളുടെ പുതിയ മിസൈലുകളെ US സേനയ്ക്ക് ചെറുക്കാനായില്ല എന്നും കപ്പലുകളിൽ പതിച്ചെന്നും അബ്ദുൽ മാലിക് വ്യക്തമാക്കിയിരുന്നു. അധിനിവേശ വെസ്റ്റ് ബാങ്കിലെയും ഗസയിലെയും ഇസ്രായേൽ ആക്രമണങ്ങൾക്ക് മറുപടിയായി ചെങ്കടലിൽ തങ്ങളുടെ പ്രതിരോധം തുടരും. ഇസ്രായേൽ അധിനിവേശനത്തിന് ആയുധം നൽകി ഈ കുറ്റകൃത്യങ്ങളിൽ പങ്കാളികളാവുകയാണ് അമേരിക്ക.